രാഖി ഇനി എങ്ങോട്ടേക്കാണ്? ഇനി നമ്മൾ തിരുവനന്തപുരത്തേക്കാണ് പോകുന്നത്. അവിടെ ശിവദാസ് തയ്യാറാണ്. നമ്മൾ രാവിലെ ചർച്ച ചെയ്ത ആ വാർത്തയിലേക്ക് തന്നെയാണ്. എന്തായാലും നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ സ്ഥിരം കാലിക്കസേരകൾ മാത്രമാണ് സദസ്സായി കിട്ടുന്നത്. അങ്ങനെ പറഞ്ഞ് കളിയാക്കരുത് രാഖി. എന്തായാലും നമുക്ക് നോക്കാം കഴക്കൂട്ടത്ത് എന്താണ് സംഭവിച്ചത് നോക്കാം അല്ലെ. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുത്ത പരിപാടിയിൽ ഒഴിഞ്ഞ കസേരകൾ മാത്രം. കഴക്കൂട്ടത്ത് നിർമ്മിച്ച ശബരിമല ഇടത്താവളത്തിന്റെ ഉദ്ഘാടന പരിപാടിയിൽ നിന്നാണ് ആളുകൾ വിട്ടുനിന്നത്. ആളുകൾ കുറയാൻ കാരണം പരിപാടിയുടെ സമയം മാറ്റമെന്ന് ന്യായീകരിച്ച് കടകംപള്ളി സുരേന്ദ്രൻ MLA രംഗത്ത് എത്തി. വിവരങ്ങളുമായി ശിവദാസ് കന്മനം ചേരുകയാണ്. ശിവദാസ്, കടകംപള്ളിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അഭിമാന പ്രശ്നം കൂടിയാണ്. നമ്മുടെ മുഖ്യമന്ത്രി വന്നപ്പോൾ അവിടെ കാൽ കസേരകൾ മാത്രം. എന്താണ് സംഭവിച്ചത് ശിവദാസ്? വെള്ള പൂശിയിട്ട് അങ്ങോട്ട് ശരിയാവുന്നില്ലല്ലോ ശിവദാസേ. അത് തന്നെയാണ് കാരണം ഇന്നലെ മുഖ്യമന്ത്രി പങ്കെടുത്ത പരിപാടിയിലാണ് കാലി കസേരകൾ മാത്രം ഉണ്ടായിരുന്നത്. കഴക്കൂട്ടത്തായിരുന്നു ശബരിമല ഇടത്താവളത്തിൻ്റെ പരിപാടി ഉണ്ടായിരുന്നത്. ഇടത്താവളം നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള പരിപാടിയാണ്. ഇന്നലെ വൈകിട്ടാണ് ഈ പരിപാടി കഴക്കൂട്ടത്ത് നടന്നത്. ഈ പരിപാടിയിൽ വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. അതായത് 80% കാലി കസേരകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ച് ശബരിമല ഇടത്താവളം പോലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു പദ്ധതി അതിൻ്റെ അത് നടത്തിപ്പുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഉദ്ഘാടന ചടങ്ങായിരുന്നു ഇന്നലെ നടന്നത്. അതിൽ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെയാണ് പങ്കെടുത്തത്. മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ളവർ ഉണ്ടായിരുന്നു. അദ്ദേഹം ഈ കഴക്കൂട്ടത്ത് MLA കൂടിയാണ്. പക്ഷേ വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് ഈ പരിപാടിയിൽ ഉണ്ടായത്. ഇത് വലിയൊരു നാണക്കേടായി LDFന് മാറിയിട്ടുണ്ട്, CPM മാറിയിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. പ്രത്യേകിച്ച് ശബരിമല സ്വർണ്ണക്കൊള്ളൊക്കെ നമുക്ക് അറിയാം. അതോടൊപ്പം തന്നെ അതിനുശേഷം അടക്കം അവിടെ വലിയ രീതിയിലുള്ള ക്രമക്കേടുകളും എല്ലാം തന്നെ നടന്നിട്ടുണ്ട്. ഇത് വലിയ രീതിയിൽ വിശ്വാസികളുടെ മനസ്സിനെ വ്രണപ്പെടുത്തിയിട്ടുണ്ട്, വലിയ രീതിയിലുള്ള മുറിവ് ഏൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് ഇനി സർക്കാർ എന്ത് നടത്തുകയാണെങ്കിലും അതെല്ലാം തന്നെ ഇത് മറച്ചു പിടിക്കാനുള്ള നീക്കങ്ങൾ ആണ് എന്നുള്ളത് കൃത്യമായി തന്നെ വിശ്വാസി സമൂഹത്തിന് അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ ഇത്തരത്തിൽ ഈ ഒരു കഴക്കൂട്ടത്ത് ഈ ഇടത്താവളത്തിൻ്റെ ഉദ്ഘാടന പരിപാടിയിൽ ഇത്രയും ശുഷ്കമായ ഒരു സദസ്സ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. കാരണം ഈ വിശ്വാസികൾ പൂർണ്ണമായും ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ട്. കൃത്യമായി ശബരിമല സ്വർണ്ണക്കൊള്ള അടക്കം അത് വലിയ രീതിയിൽ വിശ്വാസികളെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ കൃത്യമായ തെളിവ് കൂടിയായിരുന്നു ഇന്നലെ മുഖ്യമന്ത്രി അടക്കം പങ്കെടുത്ത ഈ പരിപാടിയിലെ ആൾക്കുറവ് എന്നുള്ളത് വളരെ വ്യക്തമാണ്. മുഖ്യമന്ത്രി തന്നെ ഇത് സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി കേരള സംസ്ഥാനത്ത് നടപ്പാക്കിയ പദ്ധതികളെക്കുറിച്ച് വീമ്പിളക്കുന്ന കഴിഞ്ഞ കുറച്ച് ദിവസമായി നമ്മൾ അത് പല വേദികളിലും കണ്ടിരുന്നു. പക്ഷേ അത്തരത്തിലൊന്നും തന്നെ ഇവിടെ ഉണ്ടായിരുന്നില്ല. അതിനുശേഷം സംസാരിച്ച കഴക്കൂട്ടം MLA കൂടിയായിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രൻ ഇത് സൂചിപ്പിച്ചു. ആൾക്കുറവ് ഉണ്ടായി എന്നുള്ളത് കൃത്യമായി തന്നെ അവർ അത് ഈ ഒഴിഞ്ഞ കസേരകളൊക്കെ കൃത്യമായ സന്ദേശമാണ് ഈ സംസ്ഥാന സർക്കാരിന് നൽകിക്കൊണ്ടിരിക്കുന്നത്. അതായത് മുഖ്യമന്ത്രിയുടെ വിഷയം മാത്രമല്ല, ബിനോയ് വിശ്വം പ്രസംഗിക്കുന്ന ഇടമായിക്കോട്ടെ, അല്ലെങ്കിൽ MV ഗോവിന്ദൻ പ്രസംഗിക്കുന്ന ഇടമാകട്ടെ, അവിടെയൊക്കെ ഈ ഒഴിഞ്ഞ കാലി കസേരകൾ മാത്രമാണ് കാണാൻ കഴിയുന്നത്. അത് നൽകുന്ന സൂചന ചെറുതല്ല, വളരെ വലുതാണ്. എന്താണ് ജനങ്ങൾ പറയാതെ ഈ സർക്കാരിനോട് പറയുന്നത്? നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള കൃത്യമായ സൂചനയാണോ ആ ഒഴിഞ്ഞ കസേരകൾ വ്യക്തമാക്കുന്നത്? തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. കാരണം LDFൻ്റെ ജാഥകളിലൊക്കെ തന്നെ വളരെ ജനപങ്കാളിത്തം കുറവാണ്. MV ഗോവിന്ദൻ മാഷ് നയിക്കുന്ന ജാഥയാണെങ്കിലും ബിനോയ് വിശ്വം നയിക്കുന്ന ജാഥയാണെങ്കിലും അതിനെല്ലാം തന്നെ വളരെ കുറച്ച് ആളുകൾ മാത്രമാണ്, അല്ലെങ്കിൽ ജനപങ്കാളിത്തം വളരെ കുറവാണ്. അത് തീർച്ചയായും ശിവദാസ് സൂചിപ്പിച്ചതുപോലെ ജനപങ്കാളിത്തം കുറവാണ്. ഇത് വലിയ തിരിച്ചടി തന്നെയാണ്. മുഖ്യമന്ത്രി പ്രസംഗിക്കുന്ന ഒരു വികസന വേദിയിൽ പോലും അത് കേൾക്കാൻ പൊതുജനമില്ല എന്ന് പറയുന്നത് കൃത്യമായ സന്ദേശം തന്നെയാണ് നൽകുന്നത്. ശിവദാസ്, വളരെയധികം നന്ദി വിവരങ്ങൾ പങ്കുവെച്ചതിന്.